ഹായ് ഓൾ, എല്ലാവർക്കും ആർ ജെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടനും മമ്മൂക്കയും ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒന്നിക്കുന്നു. അതായത് സിനിമയുടെ ഭാഗമല്ല, ഇതൊരു വെബ് സീരീസിൻ്റെ ഭാഗമാണ്. MD വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കിയിട്ട് ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഒരുങ്ങിക്കഴിഞ്ഞ മനോരഥങ്ങൾ എന്ന ഒരു അന്തോളജി വെബ് സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടനും മമ്മൂക്കയും തുടങ്ങിയ ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ഒന്നിക്കുന്ന ഒരു വെബ് സീരീസാണ്. തീർച്ചയായിട്ടും ഒരു ഓഫ് ബീറ്റ് രീതിയിൽ ഒരുങ്ങുന്ന ഒരു വെബ് സീരീസാണ് സംഭവം. അപ്പം ഈ ഒരു വെബ് സീരീസിൻ്റെ മനോരഥങ്ങൾ എന്ന ഈ ഒരു വെബ് സീരീസിൻ്റെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ബിജു മേനോൻ, ആസിഫ് അലി, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നുണ്ട്. അപ്പം ആരൊക്കെ ഏതൊക്കെ കഥകളിലാണ് അഭിനയിക്കുന്നത്, ആരൊക്കെയാണ് ഈ ഒരു കഥകളെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മനോരഥങ്ങൾ എന്ന ഈ ഒരു വെബ് സീരീസിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ലാലേട്ടനും മമ്മൂക്കയൊക്കെ പിന്നെ ഒരു ട്രെയിലറിലെങ്കിലും ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരൊറ്റ ട്രെയിലറിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്ക ഒരുമിച്ച് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും വെബ് സീരീസിനകത്ത് രണ്ടുപേരും പാർട്ടാകുന്നുണ്ടെങ്കിലും രണ്ട് കഥകളിലായിട്ടാണ് ലാലേട്ടനും മമ്മൂക്കയും വരുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സാക്ഷാൽ ഉലകനായകനാണ് ഈ ഒരു മനോരഥങ്ങൾ എന്ന വെബ് സീരീസിൻ്റെ പ്രസൻറ്ററായിട്ട് വരുന്നത്. ഈ ഒരു ട്രെയിലറിലും പുള്ളി ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റെഡി? ഉലകനായകൻ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് MD വാസുദേവൻ നായർ. ലാലേട്ടൻ, മമ്മൂക്ക, ഫാഫ, ബിജു മേനോൻ, ശ്രീലങ്കയിൽ ഓടി. നാളെ കട്ടുകൾക്കകത്ത് പൂച്ചകളുള്ള ഒരേ ഒരു നാട് ആസിഫ് അലിയുടെ വിറ്റ് അങ്ങോട്ട് ചെയ്യുന്നില്ലല്ലോ. ബാപ്പുട്ടി, 8 ഡയറക്ടേഴ്സ്. ലാലേട്ടൻ, പ്രിയദർശൻ, 9 എക്സ്ട്രാഓർഡിനറി സ്റ്റോറീസ്. ലാലേട്ടനെ കാണാൻ ചുള്ളനായിരുന്നു. ഇന്ദ്രജിത് കുമാരൻ, ബിജു മേനോൻ, ഇന്ദ്രൻ, സിബി, ഫസിൽ, മമ്മൂട്ടി, മോഹൻലാൽ. കണ്ടൊക്കെ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ പടത്തിനകത്ത്. മനോരഥങ്ങൾ. ഒരു കാലം ഉണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. പോളി റിലീസിങ് ഓൺ 15th August. പോളിച്ച് പോളപ്പൻ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഒറ്റ ഇരുപ്പിന് 9 എപ്പിസോഡും കണ്ട് തീർക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഇറങ്ങട്ടെ. August 15 ലാലേട്ടൻ, മമ്മൂക്ക. ലാലേട്ടൻ്റെ പോർഷൻസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ എന്തൊക്കെയോ സംഭവ ബഹുലമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ആരൊക്കെ ഏതൊക്കെ സ്റ്റോറീസിലാണ് ആരൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. മൊത്തത്തിൽ MDയുടെ 9 ഷോർട്ട് സ്റ്റോറീസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് ഒരുങ്ങുന്നത്. അതിനകത്ത് 8 ഡയറക്ടേഴ്സാണ് ഉള്ളത്. അതായത് 2 എണ്ണം പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള 7 ഡയറക്ടേഴ്സ്. അപ്പോൾ എന്തായാലും ആരൊക്കെ ഏതൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തേത് ജയരാജ്, ഇന്ദ്രൻസ്, നെടുമുടി വേണു, സ്വർഗം തുറക്കുന്ന സമയം. ജയരാജാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇന്ദ്രൻസും നെടുമുടി വേണുവും അപ്പം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത സംഭവമാണത്. രണ്ടാമത്തത് രതീഷ് അമ്പാട്ട് ഡയറക്റ്റ് ചെയ്ത് ഇന്ദ്രജിത്ത്, ആനഗസ്റ്റിൻ, അപർണ ബാലമുരളി എന്നിവർ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കടൽക്കാറ്റ് എന്ന ഷോർട്ട് സ്റ്റോറി. മൂന്നാമത്തത് സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന സിദ്ദിഖ് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്ന അഭയം തേടി എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. നാലാമത്തേത് പ്രിയദർശൻ സംവിധാനം ചെയ്ത് ബിജു മേനോൻ നായകനായിട്ട് വരുന്ന ശിലാലഹിതങ്ങൾ. അടുത്തത് അശ്വതി V. നായർ സംവിധാനം ചെയ്യുന്ന ആസിഫ് അലി പ്രധാന കഥാപാത്രത്തിൽ വരുന്ന വിൽപ്പന. മഹേഷ് നാരായണൻ, ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ വരുന്ന ഷെർലോക്ക്. അത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്നാണ് തോന്നുന്നത്. അടുത്തത് നമ്മുടെ സാക്ഷാൽ മമ്മൂക്ക നായകനായിട്ട് വരുന്ന രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഖടുകണ്ണാവ ഒരു യാത്ര എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. അടുത്തത് നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ, മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ പ്രധാന കഥാപാത്രമായിട്ട് വന്ന് ദുർഗാകൃഷ്ണ ഫീമെയിൽ ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഓളവും തീരവും. ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു വെബ് സീരീസിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. എന്തായാലും 9
ഭാഗങ്ങളായിട്ടുള്ള ഒരു ആന്തോളജി വെബ് സീരീസാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മഹാനടന്മാരുടെ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ നല്ല കിടിലൻ അഭിനയ മുഹൂർത്തങ്ങൾ ഇതിനകത്ത് കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ആ ഒരു ഓളവും തീരവും എന്ന ആ ഒരു എപ്പിസോഡിനായിട്ടായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. പിന്നെ ഫാഫയുടെ ഷെർലോക്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ബിജു മേനോൻ നമ്മുടെ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വരുന്ന ആ ഒരു ഭാഗം, പിന്നെ മമ്മൂക്ക, സാക്ഷാൽ മമ്മൂക്കയുടെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കാണാനായിട്ടാണ് ഞാൻ ഈ ഒരു വെബ് സീരീസിനായിട്ട് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആകാംക്ഷ തോന്നുന്നത് ഏതൊരു ഭാഗം കാണാനായിട്ടാണ്, ആരുടെ അഭിനയം കാണാനായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.